ഏവർക്കും ക്യൂൻ മേരി ടോക്സിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി 4:7. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലതു ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൽ തന്നെ പതിയിരിപ്പെടുന്നു ഉണക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. 1 യോഹന്നാൻ 3:15. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കായേനെയും ആബേലിനെയും കുറിച്ചാണ് ഇന്ന് പറയുവാൻ കർത്താവ് നമുക്ക് പ്രചോദനം തന്നത്. ആദം തൻ്റെ ഭാര്യയായ ഹവ്വായോട് ചേർന്ന് അവർക്ക് കായൻ എന്ന ഒരു പുത്രനുണ്ടായി. അതിനുശേഷം വീണ്ടും അവൾ ആബേലിനെ പ്രസവിച്ചു. കായൻ കൃഷിക്കാരനും ആബേൽ ആട്ടിടയനുമായിരുന്നു. ഒരു ദിവസം കായൻ തൻ്റെ കൃഷിയിൽ നിന്ന് ഒരു പങ്ക് കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേലാകട്ടെ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളെ കൊന്ന് അതിൻ്റെ കൊഴുപ്പെടുത്ത് കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേലിൻ്റെ കാഴ്ച കർത്താവ് സ്വീകരിച്ചു. കായൻ്റേതാവട്ടെ കർത്താവ് വെറുത്തു. കാഴ്ച സ്വീകരിച്ചില്ല. കായന് ദേഷ്യമായി. അവൻ്റെ മുഖം കറുത്തു, കോപാകുലനായി. കർത്താവ് കായനോട് ചോദിച്ചു, നീ എന്താണ് കോപിച്ചിരിക്കുന്നത്? നിന്റെ മുഖം കറുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കായൻ പറഞ്ഞു, നീ എൻ്റെ ബലിവസ്തു സ്വീകരിച്ചില്ലല്ലോ, ഞാൻ കാഴ്ച സമർപ്പിച്ചത് നീ സ്വീകരിച്ചില്ലല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൽ തന്നെ പതിയിരിപ്പുന്നു ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഒരു ദിവസം കായൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് പാടത്ത് പോകാം. അവിടെ വെച്ച് കായൻ ആബേലിനോട് കയർത്ത് ആബേലിനെ കൊന്നു. കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? കായൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നീ നിന്റെ സഹോദരനെ കൊന്നത് കാരണം നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന് രക്തം മണ്ണിൽ വീണ് ഭൂമി തുറന്ന് വായ പിളർന്ന രക്തം
കുടിച്ചത് കാരണം നീ ഭൂമിയിൽ ആ ഭൂമിയിലെ മണ്ണ് നീ ശപിക്കപ്പെട്ടതായിരിക്കും. ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടതായിരിക്കും. നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. നീ കൃഷി ചെയ്താൽ നിനക്ക് ഫലം കിട്ടുകയില്ല. അപ്പോൾ കായൻ പറഞ്ഞു, എനിക്ക് താങ്ങാവുന്നതിലും അധികമാണ് ഈ ശിക്ഷ. ഞാൻ നിന്റെ സന്നിധി വിട്ട് ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, കായേനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലുകയില്ലെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് പോയി പാർത്തു. കായൻ തൻ്റെ ഭാര്യയോട് ചേർന്ന് ഒരു പുത്രനെ പ്രസവിച്ച് അവന് ഹെനോക്ക് എന്ന് പേരിട്ട്. ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്ന് അവർക്കൊരു പുത്രൻ ജനിച്ചു. സേത്ത് എന്ന് അവന് പേരിട്ടു. ആബേലിന് പകരം ദൈവം എനിക്ക് തന്നതാണ് എന്ന് അവൾ പറഞ്ഞു. സേത്ത് വിവാഹം കഴിച്ച് അവനൊരു പുത്രനുണ്ടായി. സേത്ത് തൻ്റെ ഭാര്യയോട് ചേർന്ന് അവനൊരു പുത്രനുണ്ടായി. അതിന് എനോഷ് എന്ന് പേരിട്ടു. അക്കാലത്ത് മനുഷ്യൻ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നമ്മുടെ വാതിക്കലും പതിയിരിപ്പുണ്ടെന്ന് ഓർക്കാം. നമ്മുടെ വഴികളിലെ നമ്മുടെ കൂടെ നല്ലതും ചീത്തയും സഞ്ചരിക്കുന്നുണ്ട്. നല്ലതിനെ മുറുകെ പിടിച്ച് കർത്താവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്ത് നിരന്തരം പ്രാർത്ഥിക്കാൻ, എപ്പോഴും പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറയുന്നത്. പ്രാർത്ഥനയോടെ ആയിരിക്കാൻ. നമ്മുടെ കർമ്മങ്ങളെല്ലാം നമുക്ക് ചെയ്യുകയും അതോടൊപ്പം ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് അവിടത്തോട് കൂടെ നമുക്കും സഞ്ചരിക്കാം. അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. അമ്മ നമ്മുടെയും അമ്മയാണ്. ആ അമ്മയോട് സ്നേഹനിധിയായ, ശാലീനിയായ, നിഷ്കളങ്കയായ, സ്നേഹം തന്നെയായ, മധ്യസ്ഥയായ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.